റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. PSC പരീക്ഷാ ക്രമക്കേടിൽ SITക്ക് പരാതി പ്രവാഹമാണ്. ആദ്യ ദിവസം തന്നെ ലഭിച്ചത് 10ലേറെ പരാതികളാണ്. KS ഉൾപ്പെടെ പരീക്ഷകളിലും ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലും ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നതാണ് ആദ്യത്തെ പരാതി. പരാതിക്കാരുടെയും PSC ജീവനക്കാരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രാഥമിക റിപ്പോർട്ട് ഈ മാസം 25-ന് DGPക്ക് കൈമാറും. അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുമുണ്ട്. റോഷിപാൽ വിവരങ്ങൾ നൽകും. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ PSC ക്രമക്കേടുകളുടെ അന്വേഷണം ഒരു പരീക്ഷയോ രണ്ടു പരീക്ഷയോ അല്ല, പല രൂപത്തിൽ പല തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ചില പത്രങ്ങൾ പരമ്പര തന്നെ നൽകുന്നുണ്ട്. ഇതിലേക്കൊക്കെ IG അജിത ബീഗത്തിന്റെ അന്വേഷണം നീങ്ങുമോ റോഷിപാൽ? സ്മൃതി, PSC പരീക്ഷാ ക്രമക്കേട് പരാതികൾ ഉയർന്നതിന് തൊട്ടുപിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. അന്വേഷണ സംഘം ഇന്നലെ തലസ്ഥാനത്ത് ആദ്യ യോഗം ചേർന്നു. ആ അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുണ്ട്. 8 ഉദ്യോഗസ്ഥന്മാരായി, ഇൻസ്പെക്ടർ ഉൾപ്പെടെ. നേരത്തെ SP-യും DYSP-യും ആയിരുന്നു അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ. ഇപ്പോൾ ഒരു ഇൻസ്പെക്ടർ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ യോഗം ചേർന്നത്. ആ യോഗത്തിലെടുത്ത തീരുമാനം ലഭിക്കുന്ന പരാതികൾ അതിന്റെ പ്രാധാന്യം അനുസരിച്ച് അന്വേഷിക്കുക എന്നതാണ്. ആദ്യഘട്ടത്തിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും PSC ആസ്ഥാനത്ത് നിന്ന് ആവശ്യമായ രേഖകൾ പരിശോധിക്കുക. അതിനു മുമ്പ് PSC ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ KS ഒപ്പം ആസൂത്രണ ബോർഡിലെ ചീഫ് തസ്തികയിലേക്കുള്ള പരീക്ഷ, അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിലെ പരീക്ഷ അടക്കമാണ് ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. ആ പരീക്ഷയിൽ മാത്രമല്ല ക്രമക്കേട്, ഈ ആസൂത്രണ ബോർഡിൽ തന്നെ ചീഫ് തസ്തികയിലെ അഭിമുഖത്തിലും ക്രമക്കേട് പരാതി ഉയർന്നിട്ടുണ്ട്. മാധ്യമങ്ങളിൽ വന്ന വാർത്തയും പരിശോധിക്കും. ഏറ്റവും അടുത്ത് നടന്ന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കാണ് അന്വേഷണത്തിന് പ്രാധാന്യം നൽകുക. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം പോലീസ് മേധാവി രാവണ ചന്ദ്രശേഖർ അന്വേഷണ സംഘത്തെ നയിക്കുന്ന അജിത ബീഗത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മാസം 25-നകം തന്നെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്യുന്നത് പിന്നീടായിരിക്കും. ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് DGP പരിശോധിച്ചതിന് ശേഷം നിർദ്ദേശം ലഭിച്ചാൽ മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്യുക. ഏതായാലും സമഗ്രമായ അന്വേഷണം നടത്താനുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാർ എടുത്തത്. കാരണം PSCയുടെ വിശ്വാസ്യത നഷ്ടമാകുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് എന്ന വിലയിരുത്തലാണ് സർക്കാരിന്. അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അതേസമയം തന്നെ PSC ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. പരാതി നൽകിയ ഉദ്യോഗാർത്ഥികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ശരി, റോഷിപാലാണ് PSC അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്.